friends, Assalamualaikum. Welcome back to our channel and has little well. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റം ആയിട്ടാണ്. വളരെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് ഇത്. ഇത് ഗ്ലിറ്റർ പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പേരാണ് ബാസ്ക്കറ്റ്. ഒരു ബാസ്ക്കറ്റ് മാതിരിയാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ളതും ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും കാണിച്ചു തരാം. ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഗ്ലിറ്റർ പേപ്പറാണ്. ഇത് ചാർട്ടാണ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്ന പർപ്പിൾ ഗ്ലിറ്റർ പേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറും എടുക്കാം. പിന്നെ വേണ്ടത് കാർഡ്ബോർഡ്. ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കണേ. ഇത് 16 സെന്റിമീറ്റർ ആണ്. പിന്നെ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പറയാം. ഇതിന്റെ വിഡ്ത്ത് 9.5 സെന്റിമീറ്റർ ആണ്. പിന്നെ വേണ്ടത് ഒരു ഹാഫ് സൈസ് പേപ്പർ, പിന്നെ സെല്ലോ ടാപ്പ്, സിസേഴ്സ്, ഗ്ലൂ, ഗൺ ഗ്ലൂ ആണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. നമുക്ക് ഈ ഷേപ്പുള്ളത് എടുത്തിട്ട് ഈ സർക്കിളിന്റെ ഇതിങ്ങനെ ആയിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതിങ്ങനെ സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ സാധനം A4 സൈസ് പേപ്പർ കൊണ്ട് കവർ ചെയ്യണം. ഇപ്പം ഞാനിത് A4 സൈസ് പേപ്പർ കൊണ്ടൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിലും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നീളം 12 സെന്റിമീറ്ററും വീതി 3 സെന്റിമീറ്ററും ഇങ്ങനത്തെ ഒരു 20 എണ്ണം വേണം. നമ്മളിപ്പോൾ എടുത്തിരിക്കണത് 20 എണ്ണമാണ്. 20 എണ്ണം തന്നെയാണെന്ന് പറയാൻ പറ്റൂല. നമ്മളെ സർക്കിളിന് അനുസരിച്ചിട്ടാവും വേണ്ടി വരിക. ഇനി നമുക്ക് ഈ ബാസ്ക്കറ്റ് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ എൻഡിലായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇത് ഒട്ടിക്കുമ്പം കുറച്ച് വളഞ്ഞിട്ട് ഒട്ടിക്കണം. ഇനി നമുക്ക് ഈ സൈഡിലായിട്ട് ഗ്ലൂ തേച്ചെടുക്കണം ഈ ബാസ്ക്കറ്റിന്റെ. എന്നിട്ടത് ഒന്ന് ചെറുതായി വളച്ചിട്ട് ഒട്ടിക്കണം. ഇതേമാതിരി എല്ലതും ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെയാണ് ഒട്ടിക്കേണ്ടത്. ഇനി നമുക്ക് ഇതേപോലെ എല്ലതും ഒട്ടിച്ചു കൊടുക്കണം. ഈ ഗ്ലിറ്റർ പേപ്പറിന് കുറച്ചും കൂടി നീളം കൊടുത്തത് ഈ ഷേപ്പായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കുറച്ച് പൊങ്ങിക്കാൻ വേണ്ടി. ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ആയിട്ടുള്ളൊക്കെ ഡെക്കറേറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇവിടെ ആയിട്ടും ഒരു A4 സൈസ് പേപ്പർ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് ഇതുകൊണ്ട് ഒരു ടാപ്പ് കൊണ്ട് എന്തെങ്കിലും അളവ് എടുത്തിട്ട് ഗ്ലിറ്റർ പേപ്പറിൽ ആ അളവ് തന്നെ ഗ്ലിറ്റർ പേപ്പർ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കണം.
ഇപ്പം ഞാൻ അതിനുള്ളിലായിട്ട് എല്ലതും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു നീളത്തിലുള്ളൊരു ഇത് കട്ട് ചെയ്തെടുക്കണം. 3 സെന്റിമീറ്റർ വെടുത്തും 44 സെന്റിമീറ്റർ ലെങ്ത്തുമാണ് വേണ്ടത്. ഇത് ഇതിൻ്റെ ഹാൻഡിലിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതോടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹാൻഡിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സെന്റിമീറ്റർ വെടുത്തും 60 സെന്റിമീറ്ററുമായിട്ടുള്ള ലെങ്ത്തും ആയിട്ടുള്ള ഒരു 3 പീസെണ്ണം നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചെയ്യണം. ഇനി നമുക്കിത് മുടി മുടയണ പോലെ മുടയണം. ഗ്ലിറ്റർ ഉള്ള ഭാഗമല്ലേ, ഇപ്പോഴത്തെ ഗ്ലിറ്റർ ഇല്ലാത്ത ഭാഗമല്ലേ. അപ്പം ഈ 2 ഗ്ലിറ്ററും കൂടി ആകുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ. അപ്പം ഗ്ലിറ്റർ ഇല്ലാത്ത ഭാഗം എടുത്തിട്ട് ഇവിടെ അങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനത്തത് 2 ഉണ്ടാക്കേണ്ടത്. ഞാനിതോടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ഉണ്ടാക്കണം. അതിൽ വേറൊന്നും കൂടി ഇല്ലേ, ഇതേപോലെ മറിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 2 സൈഡും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഈ പേസ്റ്റ് ചെയ്തത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഗ്ലിറ്റർ പേപ്പർ തന്നെ, നല്ല നീളൊരു ഗ്ലിറ്റർ പേപ്പർ നമുക്ക് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലത്തെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അത് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പായിട്ടുള്ളത് എടുക്കണം. എന്നിട്ടത് നമുക്കിങ്ങനെ കേവായിട്ട് കട്ട് ചെയ്യണം. ഈ ഒരെണ്ണത്തിൻ്റെ മേലെ മറ്റൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ എല്ലാതും ചെയ്യണം. എന്നിട്ട് അവിടെ ഗ്ലൂ തേച്ചിട്ട് സെൻട്രലായിട്ടൊന്ന് ഗ്ലൂ തേച്ചിട്ട് അതിങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ഫ്ലവർ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഈ ഇതിങ്ങനെ കാണുമ്പോൾ ബോറാവൂലേ? അപ്പം അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീതിയില്ലാത്ത ചെറിയ പീസ് ആയിട്ടുള്ള ഒരു ഗ്ലിറ്റർ പേപ്പർ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ 7 ലീഫും ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് പരസ്പരമായിട്ട് ഒട്ടിക്കണം ഇതേപോലെ. എന്നാലൊരു ഫ്ലവർ ആയിട്ട് നമുക്ക് കിട്ടും. അത് പരസ്പരമായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു റൗണ്ട് ഷേപ്പിൽ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരിത് നമുക്ക് ഇവിടെ ഇങ്ങനെ മറിച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ മുടഞ്ഞ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിൽവർ മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഫാൻസി സ്റ്റിക്സ്. ഇനി നമുക്കിത് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബാസ്ക്കറ്റ് ഇഷ്ടമായോ? എങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യുക.